എല്ലാവർക്കും മാത്ത് ഹബിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്, 2022 SSLCക്ക് ചോദിച്ച മാത്തമാറ്റിക്സിൽ ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമുക്കിന്ന് നോക്കേണ്ടത്. ഇവിടെ ക്വസ്റ്റ്യൻ്റെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, 3 ക്വസ്റ്റ്യനാണ് 2 മാർക്ക് വെച്ച്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അതിൽ ഒന്നാമത് ചോദിച്ചിരിക്കുന്നത് എന്താ, 11ാമത് 5, 8, 11 ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. 5, 8, 11 ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. വാട്ട് ഈസ് 20th ടേം? 20ാമത്തെ പദം ടേം ഏതാണ്? അതാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ടേം കാണുന്നത്? 20ാമത്തെ ടേം, അപ്പം x20 അല്ലേ, x20 എന്ന് വെച്ചാൽ എന്താണ്, x1 ഫസ്റ്റ് ടേം പ്ലസ് 19d ആണ് അല്ലേ. അപ്പോൾ x1 നമുക്കറിയാം, എത്രയാണ് x1? ഫസ്റ്റ് ടേം നമുക്കറിയാം 5 ആണ്. 5 പ്ലസ് 19 ഇൻറ്റു കോമൺ ഡിഫറൻസ് ഇവിടെ 3 ആണ്, 3. അപ്പോൾ 5 ഇൻറ്റു 19 ഇൻറ്റു 3 എത്ര കിട്ടും? 5 പ്ലസ് 19 ഇൻറ്റു 3, 19 ഇൻറ്റു 2 എത്രയാണ്? 38. 19 ഇൻറ്റു 3 ചെയ്ത് നോക്കുക. 3 9 27, 2 1 3 3 3 2 5 57 എന്ന് കിട്ടും. 57 5 62. അപ്പം നമ്മുടെ 20ാമത്തെ ടേം എന്ന് പറയുന്നത് 62 ആണ്. ഇനി അടുത്തെന്താണ്, വാട്ട് ഈസ് ദ ആൾജിബ്രായിക് എക്സ്പ്രഷൻ ഫോർ ദിസ് സീക്വൻസ്? അതായത് ഉദ്ദേശിക്കുന്നത് xn കാണാൻ വേണ്ടിയാണ്. xn എങ്ങനെയാണ് xn കാണുന്നത്? xn കാണുന്നത് dn പ്ലസ് f മൈനസ് d ആണല്ലേ, dn. ഇവിടെ കോമൺ ഡിഫറൻസ് 3 ആണ്, അതിൻ്റെ ചേർത്ത് n ഇട്ട് കൊടുക്കുക, പ്ലസ് f എത്രയാണ്? 5 ആണ്, d 3 ആണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 3n പ്ലസ് 2 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ആൾജിബ്രായി എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 3n പ്ലസ് 2 ആണ്. 3n പ്ലസ് 2. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, 5 8 11. അപ്പോൾ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് ആദ്യം നോക്കുക. കോമൺ ഡിഫറൻസ് 3 ആണ്. ആ 3ൻ്റെ കൂടെ n ഇട്ട് കൊടുക്കുക. ഇനി 3യേക്കാളും ഫസ്റ്റ് ടൈം കൂടുതലാണെങ്കിൽ പ്ലസ് ഇട്ട് കൊടുക്കുക, കുറവാണെങ്കിൽ മൈനസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കോമൺ ഡിഫറൻസിനേക്കാളും എത്ര കൂടുതലാണ് ഫസ്റ്റ് ടൈം എന്ന് നോക്കുക. അപ്പോൾ ഇവിടെ എന്താണ്, 3നേക്കാൾ 2 കൂടുതലാണ് 5. അപ്പോൾ നമുക്ക് ചെയ്യുന്ന +2 എന്നിട്ട് കൊടുത്താൽ മതി. ഇനി കുറവാണെങ്കിൽ -2 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് 12ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. എ ട്രയാങ്കിൾ ഈസ് ഡ്രോൺ ബൈ ജോയിനിങ് ദ മിഡ് പോയിൻ്റ് ഓഫ് വൺ സൈഡ് ഓഫ് എ പാരലലോഗ്രാം ആൻഡ് ദ എൻഡ് പോയിൻറ്റ്സ് ഓഫ് ദി ഓപ്പോസിറ്റ് സൈഡ്. ദ ട്രയാങ്കിൾ ഈസ് ഷെയ്ഡഡ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ഒരു പാരലലോഗ്രാമും അതിൻ്റെ മിഡ് പോയിൻ്റ് ജോയിൻ ചെയ്ത് ഒരു ട്രയാങ്കിളും വരച്ചു വെച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ? വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ? അപ്പോൾ നമുക്കിത് ബേസാണ്. ഇത് ഇങ്ങനെ നമുക്ക് വരച്ചാൽ എന്ത് കിട്ടും? ഹൈറ്റ് കിട്ടും. ഇഫ് ദ ഏരിയ ഓഫ് ദി പാരലലോഗ്രാം ഈസ് 15 സെൻറ്റിമീറ്റേഴ്സ്. ഇപ്പോൾ നമ്മുടെ പാരലലോഗ്രാം ഏരിയ ഓഫ് എ പാരലലോഗ്രാം എന്താണ്? BH അല്ലേ, B ഇൻറ്റു H ആണ്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത് എന്തെന്ന്, 50 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന്. ഇനി അടുത്ത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ട്രയാങ്കിളിൻ്റെ ഏരിയ. എന്താണ്? ½ ഇൻറ്റു
ബേസ് ഇൻറ്റു ഹൈറ്റ്. ഈ ബി എച്ച് അല്ല ഈ ബി എച്ച്. അപ്പം നമുക്ക് എന്താണ് ബി എച്ചിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം 50 എന്ന് കൊടുക്കാം. ബൈ എന്താണ് 2. നമുക്ക് എത്ര കിട്ടും? ട്രയാങ്കിളിൻ്റെ ഏരിയ 25 അടുത്തെന്താണ് ക്വസ്റ്റ്യൻ? ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് എ ഡോട്ട് പുട്ട് വിത്തൗട്ട് ലുക്കിംഗ് ടു ബി വിതിൻ ദ ട്രയാങ്കിൾ. അതായത് കണ്ണടച്ചൊരു ഡോട്ട് ഇട്ടാൽ അത് ട്രയാങ്കിളിലാകാനുള്ള പ്രോബബിലിറ്റി എന്താണ്? പ്രോബബിലിറ്റി എങ്ങനെ കണ്ടുപിടിക്കും? സീക്വൽ ടു മുകളിൽ ആരുടെയാണ്? ഇവിടെ ഔട്ടർ പോർഷനിൽ കിടക്കുന്നതിൻ്റെ ഏരിയ താഴെയും ഇന്നർ പോർഷനിൽ കിടക്കുന്നതിൻ്റെ ഏരിയ മുകളിലും കൊടുക്കുക. അപ്പോൾ മുകളിൽ കൊടുക്കേണ്ടത് എന്താണ്? ട്രയാങ്കിളിൻ്റെ ഏരിയയാണ്, അതായത് ഹാഫ് ബി എച്ച്. താഴെ കൊടുക്കേണ്ടത് പാരലലോഗ്രാമിൻ്റെ ഏരിയയാണ് ബി എച്ച്. ഇവിടെ ബി എച്ചും ഈ ബി എച്ചും വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഹാഫ് ആയിരിക്കും, 1/2. നമ്മുടെ സാധ്യത 1/2 ആയിരിക്കും. അപ്പം 13ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പം ഇങ്ങനെ ഒരു ചിത്രം കണ്ടിരുന്ന ആദ്യം തന്നെ നിങ്ങൾ മാർക്ക് ചെയ്യുക. ഇവിടെ 60 ഇത് 90 അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ എത്ര കിട്ടും? 30. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം 90ൻ്റെ ഓപ്പോസിറ്റ് എന്താണോ അതിൻ്റെ ഹാഫ് ആയിരിക്കും 30ൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ ഇവിടെ 90ൻ്റെ ഓപ്പോസിറ്റ് 6 അപ്പോൾ 30ൻ്റെ ഓപ്പോസിറ്റ് നേർ പകുതി 3 ആയിരിക്കും. ഇനി 60ൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? 30ൻ്റെ ഓപ്പോസിറ്റ് എന്ത് കിട്ടുന്നുവോ അതിനെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 60ൻ്റെ ഓപ്പോസിറ്റ് കിട്ടും. അപ്പോൾ ഇവിടെ 60ൻ്റെ ഓപ്പോസിറ്റ് 3√3 എന്നായിരിക്കും. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. എ ലാഡർ ലീൻസ് എഗൈൻസ്റ്റ് എ വാൾ. The ladder makes an angle 60 degree with the floor. Length of the ladder is 6 meters. Option sub question A. What is the height of the top of the ladder from the ground? അത് ഇതല്ലേ, ഇത് മുതൽ എ മുതൽ ബി വരെ നമുക്ക് പേര് കൊടുത്താൽ എ മുതൽ ബി വരെയുള്ള ഹൈറ്റ് അല്ലേ എ ബി അല്ലേ. എ ബി നമുക്ക് എത്ര കിട്ടി? എ ബി ഈസ് ഈക്വൽ ടു 3√3. അപ്പം തന്നെ 1 മാർക്ക് കിട്ടി. ഇനി അടുത്ത ഹൗ ഫാർ ദ ഫുട്ട് ഓഫ് ദി ലാഡർ ഫ്രം ദി വാൾ. അത് എ സി അല്ലേ, എ സി ആണ്. അത് നമുക്ക് എത്ര കിട്ടി? 3 സെൻറ്റിമീറ്റർ. പെട്ടെന്ന് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഈ കാര്യം മറക്കരുത്. ഏതെങ്കിലും ഒന്നിൻ്റെ ഓപ്പോസിറ്റ് കിട്ടിയാൽ അത് വെച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്യണം. 90ൻ്റെ ഓപ്പോസിറ്റ് 6 ആണെങ്കിൽ അതിൻ്റെ നേർ പകുതിയായിരിക്കും 30ൻ്റെ ഓപ്പോസിറ്റ്. ഇനി 30ൻ്റെ ഓപ്പോസിറ്റ് എന്താണോ അതിനെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 60ൻ്റെ ഓപ്പോസിറ്റ് കിട്ടും. ഈ കാര്യം ഓർത്ത് വെച്ചിരിക്കുക. ഇനി 14ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്താണ് ഇത്? പോളിനോമിയൽ എന്ന ഭാഗത്ത് നിന്ന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. റൈറ്റ് ദ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ x² + x ആസ് ദ പ്രോഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ്. അപ്പോൾ നമ്മൾ x² + x-നെ 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെ പ്രോഡക്റ്റായിട്ട് നമുക്ക് കാണിക്കണം. എങ്ങനെ കാണിക്കാം? x² + x ഈസ് ഈക്വൽ ടു x² നമുക്ക് എങ്ങനെ എഴുതാം? x × x പ്ലസ് എക്സിനെ എങ്ങനെ എഴുതാം? x × 1. അപ്പോൾ രണ്ടിടത്തും കോമൺ ആയിട്ട് ആരുണ്ട്? x ഉണ്ട്. അതിനെ നമുക്ക് പുറത്തെടുക്കാം. ആ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഈ എക്സ് ഇല്ലാതെ എഴുതണം. ഇനി ഇവിടെ ഒരു എക്സ് മാത്രമല്ലേ ഉള്ളൂ. എക്സ് പിന്നെ പ്ലസ് അടുത്ത് എന്താണ്? 1. ഇവിടെ നിന്ന് എക്സ് പോയി കഴിഞ്ഞാൽ 1. അപ്പോൾ 2 ഇത് ഈ ഒരു എക്സിൻ്റെ ഡിഗ്രി എത്രയാണ്? 1 ഈ അകത്ത് കിടക്കുന്ന ഡിഗ്രിയും 1 അപ്പോൾ എന്താണ്? 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെ പ്രോഡക്റ്റായി x × x + 1. നമ്മുടെ പോളിനോമിയൽ p(x) = x² + x. ഇത് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെ പ്രോഡക്റ്റായിട്ട് എഴുതിയപ്പോൾ x × x + 1. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇവിടെ എന്താണ്? 7 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ദ വെയ്റ്റ് ഓഫ് 7 pupils in a class are given in kilograms. ഫൈൻഡ് ദ മീഡിയൻ. നമുക്ക് കാണേണ്ടത് മീഡിയനാണ്. എങ്ങനെയാണ് മീഡിയൻ കാണുന്നത്? ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? അസെൻഡിങ് ഓർഡറിൽ എഴുതുക, അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുക. അതിനുശേഷം ഏറ്റവും
സെൻട്രൽ ഭാഗത്ത് വരുന്ന നമ്പറാണ് എന്തോന്ന് മീഡിയൻ. അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് ചെറുതിൽ നിന്ന് വലുതിലോട്ട് എഴുതണം. ഇവിടെ ഏറ്റവും ചെറുതാരാ 35, 43, 38, 32 അല്ലേ. അപ്പോൾ ആദ്യം 32 എഴുതി, കോമ ഇട്ടു. അടുത്ത് 32 കഴിഞ്ഞാൽ 35 വലുത്. 35 നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യണം. അടുത്ത് എന്താണ് 43, 38 ഉണ്ട്. 38. അടുത്തെന്താണ് അതിനേക്കാളും വലുത് 42. 42 ഇനി അതിനേക്കാൾ വലുതെന്താ 43. 43 ഇനി അതിനേക്കാൾ വലുത് 44, 45. 44, 45. അപ്പോൾ ഇവിടെ എത്ര ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 7 എണ്ണം ഉണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മീഡിയൻ കാണുന്നത്? മീഡിയൻ m=n+1/2th ടേമാണ്. 2th ടേമാണ്. അപ്പോൾ ഇവിടെ n എത്രയാ? n 7 ആണ്. അപ്പോൾ മീഡിയൻ എന്ത് വരും? n+1/2 = 8/2 = 4. അപ്പോൾ 4th ടേമാണ്. 4th ടേം. അപ്പോൾ ഫസ്റ്റ് ടൈം ഇതാണ്, സെക്കൻഡ് ടൈം, തേർഡ് ടൈം, ഫോർത്ത് ടൈം. ഇതാണ് മീഡിയൻ. അപ്പം നമ്മുടെ അടുത്ത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. The algebraic expression for the sum of n terms of an arithmetic sequence n² + n ആണ്. അതായത് നമുക്കിവിടെ തന്നിരിക്കുന്നത് സമ്മിൻ്റെ ഇക്വേഷനാണ്. അതായത് Sn ആണ്. n² + n ഇതാണ് തന്നിരിക്കുന്നത്. അടുത്ത് സബ് ക്വസ്റ്റ്യൻ എ നോക്കിയാൽ ഫൈൻഡ് ദ ഫസ്റ്റ് ടേം ഓഫ് ദിസ് അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പോൾ ഫസ്റ്റ് ടേം എങ്ങനെയാണ് കാണുന്നത്? എന്നിന് 1 കൊടുത്താൽ മാത്രം മതി. അതായത് ഈ സം ഓഫ് ഫസ്റ്റ് ടേമും എന്താ ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് 1 കൊടുത്താൽ മതി. 1² + 1 = 1² 1 ആണ്, +1 1 ആണ്, = 2. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടൈം x1 എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് 2 ആണ്. അടുത്ത അതിൻ്റെ സബ് ക്വസ്റ്റ്യൻ ബി എന്താണ്? ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 10 ടേംസ് ഓഫ് ദിസ് അരിത്തമെറ്റിക് സീക്വൻസ്. ഫസ്റ്റ് 10 ടേംസ് അതിൻ്റെ സമ്മാണ് നമുക്ക് കാണേണ്ടത്. എങ്ങനെ കാണുന്നത്? S10 ഇട്ട് കൊടുത്താൽ മതി. ആദ്യത്തെ ഫസ്റ്റ് 10 ടേംസിൻ്റെ 10 ടേംസിൻ്റെ സമ്മ്. അപ്പോൾ എന്നിന് എത്ര കൊടുക്കാം? 10² പ്ലസ് എന്താണ് 10. 10ൻ്റെ സ്ക്വയർ എത്ര? 100 ആണ്. 100 + 10 = 110 എന്ന് കിട്ടും സമ്മ്. ഇനി അപ്പോൾ നമുക്ക് 17ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യമേ അതിൻ്റെ ഇക്വേഷൻ എടുത്തെഴുതുക. PA × PB = എന്താണ്? PC². ഈ ഇക്വേഷൻ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ മറക്കരുത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻ ദ ഫിഗർ PA = 4 cm, AB 5 cm ആൻഡ് PC ഈസ് എ ടാൻജൻറ്റ് ടു ദ സർക്കിൾ. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് PC. ഇപ്പോൾ PC ആണ് കാണേണ്ടത്. ഇവിടെ നമുക്ക് എന്തൊക്കെ അറിയാം? PA അറിയാം. PA എത്ര? PA നമുക്കറിയാം 4 ആണ്. PB അറിയാം എത്രയാണ്? 4 + 5 = 9. അപ്പോൾ അത് രണ്ടും അറിയാം. നമുക്ക് കാണേണ്ടത് PC ആണ്. PAക്ക് പകരം നമുക്ക് 4 കൊടുക്കാം. 4 × PBക്ക് പകരം 9 കൊടുക്കാം. = PC². 9 4 എത്ര? 36 ആണ്. അപ്പം PC² അപ്പുറം പോയാൽ റൂട്ടാവും. √36 = 6 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ 6 സെൻറ്റിമീറ്റർ ആണ്. അടുത്ത ഏറ്റവും ലാസ്റ്റ് അല്ല, ഈ ഒരു പാർട്ടിലെ ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ദി പോയിൻ്റ് വിച്ച് ഡിവൈഡ്സ് ദ ലൈൻ ജോയിനിങ് ദി പോയിൻറ്റ്സ് 1 to 7, 5 in the ratio 2:1.
അപ്പോൾ നമുക്ക് ഇതൊന്ന് വരച്ച് നോക്കാം. ഇങ്ങനെ വരയ്ക്കാം. ഈ നടുക്ക് പോയിൻ്റാണ് പി എന്ന്, ആ ഒരു റേഷ്യോയിൽ കട്ട് ചെയ്യുന്ന പോയിൻ്റ് പി എന്നെടുക്കാം. ഇവിടുത്തെ ഫസ്റ്റ് പോയിൻ്റ് എ എന്നെടുക്കാം. അതെന്താണ് 1 2 ആണ്. ലാസ്റ്റ് പോയിൻ്റ് 7 5 ആണ്. എന്നിട്ട് നമുക്കൊരു റൈറ്റ് ട്രയാങ്കിൾ നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ 1നേക്കാളും 7 എത്ര കൂടുതലാണ്? 6 കൂടുതലാണ്. അപ്പം നമ്മുടെ എക്സ് കോർഡിനേറ്റിൻ്റെ ചേഞ്ചസ് 6 ആണ്. അടുത്ത വൈ കോർഡിനേറ്റിൻ്റെ ചേഞ്ച് 2-ൽ നിന്ന് 5 പോകുമ്പോൾ 3 ആണ്. ആ കാര്യം എഴുതി വയ്ക്കുക. അടുത്ത് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത് പി കണക്ട് ചെയ്ത് പി എം എന്ന് പറയുന്ന പോയിൻ്റാണ്. അപ്പോൾ ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ നമുക്ക് കിട്ടും. അതിൽ എ എം ഈസ് ഈക്വൽ ടു എന്താ? എ എം ഈസ് ഈക്വൽ ടു നമ്മൾ ഇവിടുത്തെ റേഷ്യോ നമ്മൾ നോക്കുക. ഈ 2 റേഷ്യോയും കൂടെ നമ്മൾ കൂട്ടുന്ന ടോട്ടൽ താഴെ എഴുതുക. ഫസ്റ്റ് 2 മുകളിൽ എഴുതുക. ഇൻറ്റു ആദ്യം എന്താണ്? ഇവിടെ എന്താണ്? എക്സ് കോർഡിനേറ്റ് എന്താണോ അത് എഴുതുക 6. ഈ 3 കൊണ്ട് 6നെ വിട്ടാൽ 2 കിട്ടും. അപ്പോൾ 4. അപ്പോൾ ഇവിടെ താഴെ എഴുതേണ്ടത് 4 ആണ്. അടുത്തെന്താണ്? പി എം എന്താണ്? പി എം ഇതേ റേഷ്യോ എഴുതുക. 2/3 തന്നെയാണ്. ഇൻറ്റു എത്രയാണ്? 3 ആണ്. 3യും 3യും വെട്ടിക്കഴിഞ്ഞാൽ ബാക്കി എന്താണ്? 2 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ എത്രയാണ്? 2 ആണ്. ഇനി നമ്മളെന്താണ്? പിയുടെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ പോവുക. ഈ 1ൽ നിന്ന് 4 കൂട്ടിയാൽ 1നോട് 4 കൂട്ടിയാൽ നമുക്ക് പിയുടെ എക്സ് കോർഡിനേറ്റ് കിട്ടും. അതായത് 4 + 1 5 ആണ്. അടുത്ത് ഈ 2നോട് ഈ 2 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ വൈ കോർഡിനേറ്റ് കിട്ടും. അതായത് 2 + 2 4. അപ്പോൾ നമ്മുടെ കോർഡിനേറ്റ് പി എന്ന് പറയുന്ന കോർഡിനേറ്റ് 5 4 ആണ്. അപ്പോൾ ഈ ഒരു സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം.